നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വൻ പ്രഖ്യാപനമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. പ്രവാസികൾക്കേറെ ഉപകാരപ്രദമാക്കുന്ന ഒരു നീക്കത്തിലേക്കാണ് രാജ്യം കടക്കുന്നത്. അതായത് രാജ്യാന്തര യാത്രകൾക്കും കുടിയേറ്റത്തിനും കൂടുതൽ ഗുണകരമായ ഈ പാസ്പോർട്ട് സംവിധാനത്തിലേക്ക് ഇന്ത്യ കടക്കുന്നതായുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം രാജ്യത്തിന്റെ വിദേശകാര്യ വകുപ്പാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് ഭട്ടാചാര്യ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ട്വീറ്റിൽ പല പുതിയ ഫീച്ചറുകളെ കുറിച്ചും വ്യക്തമാക്കുന്നുണ്ട്. ഉടമയുടെ ബയോമെട്രിക് ഡാറ്റ അടക്കം ചെയ്തിരിക്കുന്ന മൈക്രോചിപ്പാണ് ഈ പാസ്പോർട്ടിന്റെ കേന്ദ്രസ്ഥാനത്ത്. ഇതാകട്ടെ വ്യോമയാനവുമായി ബന്ധപ്പെട്ട രാജ്യാന്തര സംഘടനയായ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ഇറക്കുക. നാസിക്കിലെ ഇന്ത്യ സെക്യൂരിറ്റി ട്രസ്റ്റിലായിരിക്കും പാസ്പോർട്ട് നിർമ്മിക്കുക എന്നും TNA ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പരമ്പരാഗത പാസ്പോർട്ടുമായി സമാനതകളുള്ളതാണ് ഈ പാസ്പോർട്ടും. എന്നാൽ ഈ പാസ്പോർട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചിപ്പിൽ ഉടമയെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കും. ബയോമെട്രിക് ഡാറ്റ, പേര്, അഡ്രസ്സ്, മറ്റ് തിരിച്ചറിയൽ ഉപയോഗിക്കുന്ന വിവരങ്ങൾ തുടങ്ങിയവയൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കും. ഉടമ നടത്തിയ യാത്രകളെക്കുറിച്ചുള്ള വിവരങ്ങളടക്കം അതിൽ ലഭ്യമാകും. ഉന്നത നിലവാരമുള്ള സുരക്ഷാ വലയം ചിപ്പിന് ഒരുക്കും. ചിപ്പുള്ള പാസ്പോർട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എയർപോർട്ടിൽ വെരിഫിക്കേഷൻ അധികം സമയം ചെലവഴിക്കേണ്ടി വരില്ല എന്നത് എയർപോർട്ട് സ്റ്റാഫിനും പാസ്പോർട്ട് ഉടമയ്ക്കും ഗുണം ചെയ്തേക്കും. നിലവിലുള്ള ഇന്ത്യൻ പാസ്പോർട്ട് പ്രിന്റ് ചെയ്തതാണ്. അതായത് ചിപ്പിന്റെ സവിശേഷതകളിൽ മുഖ്യം അതിന്റെ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ മൈക്രോ ചിപ്പ് തന്നെയാകുന്നു. ബയോമെട്രിക് ഡാറ്റ അടക്കം അടങ്ങുന്ന ചിപ്പിൽ നിന്ന് അനുവാദമില്ലാതെ ഡാറ്റ എടുത്തേക്കാനുള്ള സാധ്യത കുറയ്ക്കാനായി കനത്ത സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. ഇതെല്ലാം രാജ്യാന്തര തലത്തിൽ യാത്രകൾ നടത്തുന്നവർക്ക് വളരെ ഗുണപ്രദമായിരിക്കും എന്നാണ് സർക്കാർ പറയുന്നത്. ജനങ്ങൾക്ക് ഈ പാസ്പോർട്ട് നൽകി തുടങ്ങുന്നതിന്റെ പ്രാരംഭ നടപടി എന്ന രീതിയിൽ സ്ഥാനപതികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഉള്ള 20,000 ഈ പാസ്പോർട്ട് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷണം വിജയിച്ചു എന്ന് കണ്ടെത്തിയാൽ പിന്നെ അധികം താമസിയാതെ തന്നെ ജനങ്ങൾക്കും ഈ പാസ്പോർട്ട് ലഭ്യമാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.